സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 1.5 മാസം കഴിഞ്ഞു. സമരക്കാർക്ക് നേരെ ഇപ്പോഴും മുഖം തിരിച്ചിരിക്കുകയാണ് സർക്കാർ. ഞങ്ങൾ ആശമാർക്കൊപ്പാണ്, പക്ഷെ വേതനം കൂട്ടിത്തരുന്ന ആരും പ്രതീക്ഷിക്കണ്ടാട്ടോ എന്ന് ആവർത്തിക്കാണ് സർക്കാർ. പുരായണന്റെ ലോകത്തിരിക്കുന്ന കഥയുടെ പേര് അധിക്ഷേപമാണ് ഹോബി. ആശാ വർക്കർമാരുടെ സമരം എന്തായി? സർക്കാർ എന്തുണ്ടെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ ആശ കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ കേന്ദ്രമാണ് കാശ് കൊടുക്കേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ സർക്കാരിന് ഒന്നും പറയാനില്ല. അല്ല, സമരം നിർത്തിവെക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. ഇന്നലെ നിയമസഭക്കകത്ത് സബ്മിഷൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർലമെൻ്ററി മിനിസ്റ്റർ മറുപടി പറഞ്ഞു. വളരെ ക്ലിയറാണ് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഏതാണ്ട് 14 മിനിറ്റ് ഉണ്ടായിരുന്നു. വളരെ ക്ലിയറായി ഒരു 1, 2, 3 എന്ന രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. 1-2 മിനിറ്റ് അല്ല, നീണ്ട 14 മിനിറ്റാണ് നിയമസഭയിൽ ആശാ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് മിനിസ്റ്റർ സംസാരിച്ചത്. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? സർക്കാരിന്റെ നന്മ നിറഞ്ഞ മുഖല്ലേ അത്? ക്രിസ്റ്റൽ ക്ലിയർ സർക്കാർ. അപ്പൊ പിന്നെ അതിനെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? സംസ്ഥാനമാണ് ഇതില് മുഖ്യമായ ഇടപെടലും മുഖ്യമായ തീരുമാനം എടുക്കേണ്ടത്. എല്ലാ കുറ്റവും സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് ഇനി എത്ര കോടി ഉറുപ്പിക കിട്ടാണ്ട് സംസ്ഥാന സർക്കാർ രേഖ വെച്ച് പറഞ്ഞതല്ലേ. കാശ് എന്തിയെ അവിടുന്ന് കാശ് തരാത്തത്? അതിലെന്തെങ്കിലും പറയാനുണ്ടോ? അത് ചോദിച്ചപ്പോ മിണ്ടാട്ടം മുട്ടി. കേന്ദ്രവും കേരളവും ഒക്കെ മാത്തമാറ്റിക്സ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്ന പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ഞങ്ങൾ അവർക്ക് ആ സഹായം നൽകാൻ ഞങ്ങൾ തീരുമാനമെടുക്കും. അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തെടുക്കുന്ന ഒരു വിഷയമാണ്, വ്യക്തിയെടുക്കുന്ന തീരുമാനമല്ല. ഇത് പൊളിറ്റിക്കൽ മാസ്. കോൺഗ്രസ് ഭരിക്കണ പഞ്ചായത്തിൽ ആശമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന്. കേരളം ഭരിക്കണത് ഇടതുപക്ഷാണെങ്കിലും ബോളിപ്പോ കോൺഗ്രസിന്റെ കോർട്ടിലാണല്ലോ. ഇത് വെച്ച് ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ ഒരു കലക്കും. ഓരോ സംഘടനയ്ക്കും അവരുടെ സിമ്പലുണ്ട്, അവരുടെ ഫ്ലാഗ് ഉണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, അവരുടെ നടപടിക്രമങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ബോർഡ് വെച്ച് സമരം ചെയ്യുന്നിടത്ത് INTUC പോലുള്ള സംഘടന വഴിയാധാരമായി അങ്ങ് കയറി ചെല്ലണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ, INTUC-കാരൻ ഇങ്ങനെ പറയണത്? അയ്യോ, ഇങ്ങനൊന്നും പറഞ്ഞൂടാ. 2 തവണ അധികാരം കയ്യിൽ നിന്ന് പോയതല്ലേ, അടുത്ത തവണ UDF-ന് അധികാരം പിടിക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള സമരത്തിലാണ് പ്രതീക്ഷ. ഇതില് പിടിച്ച് വേണം കയറാനായിട്ട്. അതുകൊണ്ട് ചെല്ല്, പോയി ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. INTUC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് UTUC എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ UTUC എന്ന് പറഞ്ഞ സംഘടനയുടെ സമരത്തിലേക്ക് ചെല്ലണമെങ്കിൽ ഒന്നുകിൽ നമ്മളെ ക്ഷണിക്കണം, അല്ലെങ്കിൽ നമ്മളോട് കൺസൾട്ട് ചെയ്യണം. അങ്ങനെ ഒരു സഹായമുണ്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കും. അല്ലാതെ അവര് സമരം ചെയ്യുന്നു ഞങ്ങളെല്ലാവരും അങ്ങ് ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പണിപാളും നേരം നാഴികയ്ക്ക് 40 വട്ടം ആശാ വർക്കർമാർക്ക് വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരുടെ ട്രേഡ് യൂണിയൻ സംഘടന ആശാ വർക്കർമാരുടെ വിഷയത്തിൽ മറ്റൊരു നിലപാടെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണികൾ. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ INTUC-ക്ക് അങ്ങനെയുള്ളതൊന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയാണെങ്കിൽ KPCC-യും UDF-ഉം ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. അപ്പൊ INTUC-യുടെ നിലപാട് കരിങ്കാലിപ്പണിയാണെന്നാണ് ഹസൻജി പറഞ്ഞിരുന്നത്. ഈ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഹസൻജി. അല്ല, ഈ ഐക്യമില്ലായ്മയെ ലോകത്ത് എന്ത് വിഷയം ഉണ്ടെങ്കിലും 2 അഭിപ്രായമുള്ള ഒരു പാർട്ടി. പിണറായി വിജയനുമായിട്ടുള്ള INTUC-യുടെ അവിശുദ്ധ ബന്ധം തൊഴിലാളികളെ, കേരളത്തിലെ തൊഴിലാളികൾ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ആ അവിശുദ്ധ ബന്ധത്തിന്റെ പുറത്താണോ INTUC ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? അല്ല സുരേഷ് ഏട്ടാ, ഈ അവിശുദ്ധ ബന്ധം എന്ന് പറയുമ്പോ അത് INTUC-യിലാണോ അതോ R ചന്ദ്രശേഖരന്റെ ആണോ? R ചന്ദ്രശേഖരനുള്ള ബന്ധമാണ്. അത് അദ്ദേഹം ടോപ്പല്ലേ, കേരളത്തിന്റെ പ്രസിഡന്റ്. അവിടെ ഇവിടെയൊക്കെ നടന്ന് ഏഷണി പറയുക, കബഡി നിരത്തുക, ആളുകളെ മന്ത്രവാദം നടത്തുക, ഇതൊന്നും എനിക്കറിയാത്ത കാര്യമാണ്. എനിക്ക് എന്റെ ജോലി ചെയ്യാനേ അറിയുള്ളൂ. മന്ത്രവാദോ? നിങ്ങൾ കോൺഗ്രസ് ആര് ഇതുവരെ മന്ത്രവാദം വിട്ടില്ലേ? INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാടെടുക്കാം. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നയം. INTUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്, പക്ഷേ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റില് ഗോൾ അടിക്കാൻ അവസരം കിട്ടിയിട്ടും നിങ്ങൾ അവിടെ നിന്ന് തമ്മി തല്ലിട്ടാ. ഞങ്ങളുടെ കോൺഗ്രസിന് ഇനിയും ആശാ വർക്കേഴ്സിനെ അധിക്ഷേപിക്കാനും തളർത്താനും ഉണ്ട്. കേരളം മുഴുവനും ആശാ വർക്കേഴ്സിന്റെ സമരം തീരാൻ, അവർക്ക് നീതി കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ നിലപാടിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോ
ഒരു കുട വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ ഈ 500 പേർക്ക് കൊടുക്കാൻ വേണ്ടി 500 ഗുണം 100 രൂപയ്ക്ക് ഒരു കുട കിട്ടില്ലേ ഇപ്പൊ? അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് അതല്ലല്ലോ. അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് പോകാം. ഇത് വലിയ തുകയല്ലേ പിന്നെ ചോദിക്കുന്നത്. ആശമാർക്ക് കോട്ടും കൊടയും കൊടുത്ത് പോയതിന് ശേഷം സുരേഷ് ഗോപിജിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. മൂപ്പരുടെ സംസാരം ഇപ്പൊ കേൾക്കുമ്പോ പുള്ളി BJP നേതാവ് തന്നെയാണോന്ന് ശരിക്കും സംശയവും. ഒരു സർക്കാരിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല. അവരെടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? സംസ്ഥാന സർക്കാരിനെ പൊക്കി പറയണത് ഞങ്ങളുടെ സുരേന്ദ്രൻജി എങ്ങനെ കേട്ടേക്കും? ഇതിനൊക്കെ സുരേന്ദ്രൻജി എന്ത് മറുപടി പറയും? ഓ, പുള്ളിയുടെ മറുപടി ഇനി എന്തിനാണല്ലേ? പുള്ളി ഇപ്പൊ പല്ല് പോയ ചിങ്കല്ലേ, കസാര പോയ നേതാവല്ലേന്ന്. ബൈ ഞങ്ങളുടെ കൊമ്രേഡ്സ് ഒരു കാര്യം പറഞ്ഞേക്കാം. ആശാ വർക്കേഴ്സിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവര് നിവേദനമായിട്ട് എല്ലാ മന്ത്രിമാരുടെ അടുത്തും കയറി ഇറങ്ങി നടക്കണം. അങ്ങനെ അവർ ചെയ്യാത്തത് എന്താണ്? സമരം ചെയ്യുന്നവരെ കാണാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ തൊഴിൽ മന്ത്രിയാണ് കേരളത്തിലെ. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കൂടിയാണല്ലോ. ഇതുവരെ ഒരു പേപ്പർ കൊണ്ട് തന്നിട്ടില്ലല്ലോ. ഈ സമരം ഒത്തുതീർപ്പുണ്ടാക്കണം, ഈ സമരം ചെയ്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ ഈ നിമിഷം വരെ കൊണ്ട് തന്നിട്ടില്ലല്ലോ. സമരം തുടങ്ങിയിട്ട് ഇത്തിരി ദിവസമായിട്ട് കേരളത്തിലെ തൊഴിൽ മന്ത്രി എന്ന നിലയിൽ എനിക്കൊരു പേപ്പർ കൊണ്ട് തന്നിട്ടില്ല ഇതുവരെ. തൊഴിൽ വകുപ്പിന്റെ മൊയിലാളിയാണ് ഇതായിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പോയി ഭയഭക്തിയോടെ കണ്ടില്ല? നമ്മുടെ കൊച്ചുനാളിലൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമയില് നാടകങ്ങളിൽ മുതലാളിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ മുതലാളിമാര് തൊഴിലാളി സമരത്തെ കളിയാക്കുന്ന അതേപോലെ തന്നെയാണ്. ഉള്ളിൽ മുതലാളിത്ത മനോഭാവമാണ്. അതാണ് തീവ്ര വലതുപക്ഷ ലൈനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തിനാ അവരെ പരിഹസിക്കുന്നത്? ഡോണ്ടു അറിയാല, ഭരണം അവരുടെ കയ്യിലാണ്ടാ. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കെട്ടി പോകേണ്ടി വരും. അതുവരെ മൊയിലാളിയായിട്ടിരിക്കട്ടെ എന്ന് അല്ലേ ശിവൻകുട്ടി സഖാവേ? ന്യായമായ സമരമാണെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുകയും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അന്യായമായി ബോധപൂർവം ഒരു ദുഷ്ടലാക്കോടുകൂടി ഒരു രാഷ്ട്രീയ സമരമാണെങ്കിൽ അതിനെ ആ നിലയിൽ കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കും. ദാറ്റ് മീൻസ് ഞങ്ങളുടെ മൊയിലാളിമാർ വീണ്ടും പറയുന്നു ദുഷ്ടലാക്കോട് കൂടിയുള്ള അനാവശ്യ സമരമാണ് ആശാ വർക്കേഴ്സിന്റെ. നിങ്ങൾ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ കൊടുക്കുക. ഈ സ്ഥിരം വിവാദങ്ങളുടെ പിന്നാലെ പായുന്നത് നമ്മുടെ സമൂഹത്തിന് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒന്നായിട്ട് കരുതുന്നില്ല. ഓ, പോസിറ്റീവായിട്ട് സംസാരിക്കണ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. സമാധാനായി. ആശാ വർക്കേഴ്സിന്റെ വിഷയത്തില് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഒരു കാര്യം പറയും മിസ്റ്ററെ? അതെ, അവര് കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? വാവ്, നല്ല പോസിറ്റിവിറ്റി. പാട്ടുപാടി തന്നെയാണ് അവർ സമരം നടത്തിയത്. അതിന് വരെ കലാഭവനത്തിന് കേസെടുത്ത ടീംസ് അല്ല നിങ്ങള്. അപ്പൊ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. ആശമാർക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള നട്ടില്ല എന്നുള്ള അധിക്ഷേപത്തോടെ തൽക്കാലത്തേക്ക് മന്ത്രി ആർ ബിന്ദു ഇന്നത്തേക്കുള്ള പോസിറ്റിവിറ്റി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല പോസിറ്റീവ് വാർത്തയും കൊടുത്തൂടെ എന്നുള്ള മന്ത്രി ആർ ബിന്ദുവിന്റെ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പോസിറ്റീവ് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കണം നമ്മള്. നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം പറയോ മിനിസ്റ്ററെ?